നമ്മുടെ സംവിധായകൻ വാമനൻ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിരുന്നു. ഞാൻ ഇപ്പോഴാണ് ഒറ്റ കൊത്തുകൊണ്ട് തന്നെ ഞാൻ മരിച്ചുപോയി. സമാധാനമായല്ലോ. ഞാൻ ഫൈറ്റ് ചെയ്യേണ്ട യോഗം എനിക്ക് എന്തായാലും ഡയറക്ടർ തന്നില്ല. എന്റെ പ്രായവും എന്റെ പക്വതയും വെച്ചിട്ട് പരിഗണിച്ച് ഞാൻ മഹാനടന്മാരോടൊപ്പമാണ് അഭിനയിച്ചിട്ടുള്ളത്. മഹാ ഇടിയന്മാരോടൊപ്പം അഭിനയിക്കാൻ യോഗ്യത കിട്ടിയത് പൊങ്കാലയിലാണ്. പക്ഷേ ആ സംവിധായകൻ എന്നെ ആദ്യ ദിവസം തന്നെ ഒറ്റ കുത്തിന് കൊന്നു കളഞ്ഞു. പിന്നെ ഫ്ലാഷ് ബാക്കിൽ വന്നു പോയാൽ മതി. ഒരു പാട്ടിലൂടെ ഒരു മകനായിട്ട് അഭിനയിച്ചു ശ്രീനാഥ് ഭാസ്കറിന്റെ ഈ ചെറുക്കൻ. അവനെ എനിക്ക് കൈവിടാൻ പറ്റില്ല. അവനാണ് എന്നെ പിടിച്ച് നടത്തിയത്. ഇടി കൊള്ളാതെ രക്ഷപ്പെടുത്തിയത് അവനാണ്. പക്ഷേ ഈ ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, പൊങ്കാലയ്ക്ക് മുമ്പ് നമ്മുടെ സംവിധായകൻ വാമനൻ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിരുന്നു. ഞാൻ ഇപ്പോഴാണ് ഞാൻ വളരെ ലേറ്റാ. പല കാര്യങ്ങളിലും ഞാൻ അജ്ഞാനിയാണ്, ജ്ഞാനിയാണെന്ന് നടിക്കും. പക്ഷേ ഞാൻ ഈ പൊങ്കാല സമർപ്പിക്കുന്നത് ആരോടാണെന്ന് ചോദിച്ചാൽ ഞാൻ അമ്മമാർക്ക് വേണ്ടിയാണെന്ന് പറയും. അമ്മമാർക്ക് വേണ്ടി, അമ്മയോടുള്ള പക തീർക്കുന്ന മകന്റെ പൊങ്കാലയാണ് ഈ പൊങ്കാല. എന്ത് വാമനൻ പൊങ്കാല ഇടുന്ന അമ്മമാരിരുന്ന് പിന്നെ ആറ്റുകാൽ പൊങ്കാല ഇടുമ്പോ അവര് ചിന്തുന്ന വേർപ്പുണ്ട്. അവര് അവിടെ കത്തിച്ചു വയ്ക്കുന്ന ജ്വാലയുണ്ട്, സൂര്യപ്രകാശമുണ്ട്. അവിടെ ഉള്ളൊരുകുന്ന ഒരു മകനുണ്ട്. ആ മകന്റെ കഥാപാത്രമാണ് ശ്രീനാഥ് വാസി ചെയ്തത്. അവൻ ചോര പൊടിയുന്ന ഒരു പോസ്റ്റർ കണ്ടപ്പോ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ശ്രീനാഥ് വാസിയായിട്ട് സിനിമയിൽ അഭിനയിച്ചിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ ഈ പോസ്റ്റർ കണ്ടപ്പോ എനിക്ക് അവനെ ക്രിസ്തുവിനെ പോലെ തോന്നി. അപ്പൊ അവനൊരു ക്രിസ്തു ഇരിക്കുന്ന പോലെയൊക്കെ തോന്നി. ലോകത്ത് ഇങ്ങനൊരു നടനെ കാസ്റ്റ് കഥ പറയില്ലേ ഞാൻ. സംവിധായകൻ കഥ പറഞ്ഞു കൊടുക്കുന്നത് എന്നോട് പറഞ്ഞിട്ടില്ല ഇതുവരെ. എനിക്കറിയില്ല ഞാൻ പറഞ്ഞതാണോ കഥ. അങ്ങനെയൊക്കെ ഇന്റർപ്രറ്റ് ചെയ്തെടുക്കാം. അങ്ങനെയാണ് ആ ഒരു ഇത്രയും ക്യാമറ വെച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നതിന്റെ അകത്ത് നിന്ന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവര് കോട്ടിടും. ടീഷർട്ട് വാങ്ങിച്ചോണ്ട് വന്നു. അതെ, ട്രെൻഡിങ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ പിടിച്ചു നിൽക്കണ്ടേ അല്ലേ. താങ്ക് യു സോ മച്ച്. ആൻഡ് ഹലോ